നമുക്കിതൊരു സാംസങ് A13 വന്നിരിക്കുന്നത്. കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ഓവർ ഹീറ്റാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഫോൺ ചൂടാകുന്നുണ്ട്. നമ്മൾ കൈയോടെ തന്നെ ഫോൺ അഴിച്ചു വാട്ടർ ഡാമേജോ കാര്യങ്ങളോ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടില്ല. ഉടനെ തന്നെ നമ്മൾ വീണ്ടും അഴിച്ചതിന് ശേഷം ബാറ്ററി കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും അതേ ഷൂട്ടിങ് തന്നെ അവിടെ കാണിക്കുന്നുണ്ട്. നല്ല ഹീറ്റ് തന്നെ ആകുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത്. ഹീറ്റിംഗ് കാണിച്ചിരിക്കുന്നത് പവർ സെക്ഷൻ്റെ ഏരിയ ആയതുകൊണ്ട് നമ്മൾ പവർ സെക്ഷൻ്റെ ഗ്രില്ല് എല്ലാം ഇളക്കി മാറ്റിയതിന് ശേഷം അവിടുത്തെ കമ്പോണൻസ് നിലവിൽ ചെക്ക് ചെയ്ത് നോക്കിയാണ്. ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ കമ്പോണൻറ്റുകളെല്ലാം തന്നെ ഷോർട്ട് കാണിക്കുന്നുണ്ട്. ബോർഡിൻ്റെ ഏത് ഭാഗത്ത് ഷോർട്ടിങ് കാണിച്ചു കഴിഞ്ഞാലും പവർ സെക്ഷൻ്റെ ഏരിയ ഹീറ്റ് ആകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ട്രാക്ക് നല്ലോണം ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേക്കും EMMCയുടെ ഭാഗത്ത് നിന്ന് ഒരു ഷോർട്ടിങ് കാണാം. അങ്ങനെ നമ്മൾ നേരെ EMMCയുടെ ഏരിയയിലുള്ള ഷീൽഡൊക്കെ പൊക്കി മാറ്റി ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് തന്നെ അവിടെയുള്ള കമ്പോണൻറ്റുകളുടെ ഓവർ ഹീറ്റിങ്ങും ഷോർട്ടിങ്ങും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റി. കമ്പോണൻറ്റുകൾ മൈന്യൂട്ട് ആയതുകൊണ്ട് നമ്മൾ റെസിൻ ഫ്ലക്സ് യൂസ് ചെയ്യുകയാണ്. അവിടെ സ്മോക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഹീറ്റായി വരുന്ന കമ്പോണൻറ്റ് ഏതാണോ അത് റിമൂവ് ചെയ്ത് അടുത്ത കമ്പോണൻറ്റ് അവിടെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. അപ്പോൾ ഒരു കപ്പാസിറ്റർ കിട്ടി. നമ്മൾ നേരെ ആ കപ്പാസിറ്റർ കൺഫേം ചെയ്തതിന് ശേഷം ആ കപ്പാസിറ്റർ എടുത്ത് മാറ്റിക്കൊണ്ട് അടുത്ത കപ്പാസിറ്റർ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഷോർട്ടിങ് മാറിയെന്ന് ഉറപ്പായപ്പോഴേക്കും നമ്മൾ ചാർജർ കണക്ട് ചെയ്ത് നിലവിൽ ഫോണിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുന്ന ടൈമിൽ ചാർജ് കയറുന്ന സിമ്പൽ ലോഗോ കാര്യങ്ങളെല്ലാം വന്നു. നിലവിലുണ്ടായിരുന്ന ബാറ്ററി പെർസെൻറ്റേജ് കറക്റ്റായിട്ട് കാണിച്ചു. വീണ്ടും നമ്മൾ ഹീറ്റിംഗ് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേക്കും എങ്ങും തന്നെ ഹീറ്റ് ആകുന്നില്ല. നിലവിൽ ഫോൺ ഓണാക്കി നോക്കാൻ വേണ്ടി പവർ സ്ട്രിപ്പ് കണക്ട് ചെയ്തു. ഓണാക്കി ഫോൺ നോർമലായി തന്നെ ഓണായി വന്നു. ടച്ച് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഫോണ് കസ്റ്റമർക്ക് തന്നെ കൊടുത്തു. അങ്ങനെ A13 നോർമൽ കണ്ടീഷനിലേക്ക് മാറി.